ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇന്ന് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? കിച്ചണാണ് നമ്മുടെ. അപ്പം ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്നല്ലേ. അപ്പം എന്താ പറയുന്നത്, ഇന്ന് വേദുവിൻ്റെ രണ്ടാമത്തെ ക്രിസ്മസ് ആണ്. അപ്പം നമുക്കിന്ന് ഒരിടത്ത് വിരുന്ന് പോകണം. നമ്മുടെ ഫാമിലി അടുത്ത് തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ എല്ലാ ക്രിസ്മസിലും ചേച്ചിയും ചേട്ടനും വിളിക്കും. അപ്പം ഇന്നും ക്രിസ്മസ് ലഞ്ച് അവിടെ നിന്നാണ്. അപ്പം വേദുവിന് നമ്മൾ കുഞ്ഞ് ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചാൽ അതൊക്കെ ഇടാം. ഇപ്പോൾ ഉറങ്ങുവാണ്. എനിക്കിത് മുമ്പേ എനിക്ക് കുറച്ച് പണികളൊക്കെ തീർക്കാറുണ്ട്. അപ്പം ഇത് കണ്ടോ നിങ്ങൾ? ഇത് എൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ഒരു ഹെയർ ടോണർ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയേക്കുവാണ്. ഇതിനകത്തുള്ള സാധനം എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഒരു ചായ പോലെ ഇരിക്കും, പക്ഷെ ഇത് ചായയല്ല. ഹെയർ സ്പ്രേ ചെയ്യാനുള്ള ഒരു ടോണർ പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പം ഇത് എന്താ പറയുന്നത്, ഈ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. എപ്പോഴും എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലുണ്ടാകുന്നുണ്ട്. സപ്ലിമെൻ്റ് ഒക്കെ കഴിച്ചിട്ടും അത് കുറയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുട്ടി വീട്ടിലെ റെമഡിയൊക്കെ, ഹോം റെമഡീസൊക്കെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അത് ഞാൻ ഇത് എന്നും ട്രൈ ചെയ്യാൻ, കൺസിസ്റ്റൻ്റ് ആവാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ. കൺസിസ്റ്റൻ്റ് ഇത് നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് മുടി സ്പ്രേ ചെയ്ത് റൂട്ട്സിലൊക്കെ ഉച്ചിയിലൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് വെക്കാമെന്ന്. ഹോപ്പ് സോ എന്തെങ്കിലും മാറ്റം സംഭവിക്കട്ടെ. ഓക്കെ, അതിന് ഞാൻ തന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ, ഇത് വാവിൻ്റെ വിറ്റാമിൻ സി ടോണറിൻ്റെ ബോട്ടിലാണ്. അതിനകത്ത് ഈ സംഭവം നിറച്ചിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് എന്നിട്ട് ഈ സ്പ്രേ പോലത്തെ സംഭവം. അപ്പം ഇത് ഈസി ആവും നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്യാൻ. അപ്പം അത് ചെയ്യാമെന്ന് വെച്ചിരിക്കുക. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് കൈ കിട്ടിയതെല്ലാം ഞാൻ ചേർക്കും. ഇതിനകത്ത് നമുക്ക് റോസ്മേരി ലീവ്സ്, ഡ്രൈ ലീവ്സ് എൻ്റെ ഉണ്ടായിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുടെ ജ്യൂസ്, ഇഞ്ചിയില്ല നമ്മുടെ ഇഞ്ചിയുടെ ജ്യൂസ് ലൈറ്റ് ഒരു സ്പൂണാണെന്ന് തോന്നുന്നു ചേർത്തിരുന്നത്, ടേബിൾ സ്പൂണാണ് കേട്ടോ. പിന്നെ പനിക്കുറുക്ക്. ഇതിനി എന്തോ ആവുമെന്ന് എനിക്കറിയത്തില്ല. പുറകത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മിസ്. ഇതെല്ലാവരും കാണാം, മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഇങ്ങനെ കലണ്ടറൊക്കെ എല്ലാ വീട്ടിലും കാണാം ഇങ്ങനെ. അപ്പം എന്തൊക്കെയാണ് ചേർത്തേക്കുന്നത് വെച്ചാൽ റോസ്മേരി ലീവ്സ്, ജിഞ്ചർ ജ്യൂസ്, പനിക്കൂർക്കയില. എനിക്ക് ഉലുവയും ചേർക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഉലുവ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഉലുവ ഇടണമെങ്കിൽ ഇടാം, പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം. റോസ്മേരി നേരത്തെയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണ രൂപത്തിൽ, അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ ഇപ്പം പ്രഗ്നൻസി ഒന്നും അല്ലല്ലോ. നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയാം അല്ലേ. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് വേറെ കാര്യമൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, നിഷാന്ത് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ, ഇന്നലെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യായിരുന്നു, ആ വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിന്ന് 12 മണിക്ക് ഇന്നലെ കേക്കൊക്കെ വാങ്ങിച്ച് അച്ഛനായിട്ട് കട്ട് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പൂപ്പ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അവരിന്ന് രാത്രി വരെ പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെ കട്ട് ചെയ്യാ. ഇതോടെ അവിടെ ആരുന്നുണ്ട്. ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫോട്ടോ വീട്ടിലെ കൊച്ചടി പോയച്ചത്
ഞാൻ പിള്ളേർക്ക് വെച്ചോളൂ വിശപ്പല്ലോ. അയ്യോ ചേച്ചിയെ വിളിച്ചില്ലല്ലോ. വീഡിയോ തോട വേണ്ട വേണ്ട, ഒരു നുള്ള് വെച്ച് കൊടുക്ക്, ഒരു നുള്ള്. ആ മതി മതി. കുറച്ച് മതി. എനിക്ക് കുറച്ചേറെ നല്ല കേക്ക്. പാവം പിള്ള. എനിക്ക് താന്ന് കഴിക്കണ്ടെന്ന് ഒത്തിരി. ഞാൻ എന്താണ്ട് ആ സംഭവം ടോണർ, ഹെയർ ടോണർ സംഭവം ഞാൻ ടോണർ നല്ല ഞാൻ വെറുതെ വിളിക്കുക. അപ്പൊ ഇതിനകത്ത് ഞാൻ നിറച്ചേട്ടോ. ഇതെന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. നമ്മുടെ മുടി ഇങ്ങനെ ഇത് രാത്രിയിലായിട്ടുണ്ട്, പക്ഷെ വിട്ട് കാണിച്ചു. ഇതിങ്ങനെ ഷേക്ക് ചെയ്യണം ബിഫോർ യൂസ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ ആ റൂട്ട്സില് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഇത് രാത്രി രാവിലെ വരെ വിട്ടാൽ മതി. നല്ല മണമാ, നല്ല മണം. നമ്മുടെ റൂട്ട്സിലല്ല, റൂട്ട്സ് മതി കേട്ടോ. നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈറ്റ് മസാജ് എന്തുവാവൂ. എന്നിട്ടിങ്ങനെ ലൈറ്റ് മസാജ് ചെയ്യും. എനിവേസ് റോസ്മേരി നമ്മുടെ ഹെയറിന് നല്ലതാണ്. ലൈറ്റ് മസാജ് നമുക്കിത് ഇങ്ങനെ വിട്ടാൽ മതി രാവിലെ വരെ. നമ്മളിപ്പോ മൂന്നോ കളിച്ചോണ്ടിരിക്കുവാണ്. ലൈറ്റ് ഓൺ ചെയ്യുക, ലൈറ്റ് ഓൺ ചെയ്യും. ഓക്കെ, സോ ഊനോ നമ്മൾ കളിക്കുവാണ്. ക്രിസ്മസ് സ്പെഷ്യൽ ആദ്യത്തെ ഗെയിം കളിച്ചു നമ്മൾ, അതിൽ തോറ്റു ഇയാള്. ഈ മനുഷ്യനോ മനുഷ്യൻ. Yes guys, इस बार कौन जीतेगा? Any guess? हाँ मैं जीतूंगा. Okay, Dion? हैं? എല്ലാരും നിഷാൻ? Guys, इस बार ഞാനായിരിക്കും ജയിക്കാൻ പോകുന്നത്. നോക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് കളിയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വേദുവിനെ റെഡിയാക്കാൻ പോയി. വേദുവിന് വേണ്ടി നമ്മൾ കുട്ടി സാന്റ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേദുവിനെയൊക്കെ റെഡിയാക്കി. ഇപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ വേദുവിന് ഇടുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടിയാണ് വേദുവിൻ്റെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചത്. അതല്ല കുട്ടി സാന്റ ഡ്രസ്സ്, റെഡ് കളർ ഡ്രസ്സാണ് കിട്ടിയത്. ഞാൻ ഉദ്ദേശിച്ച ഒരു മെറൂൺ കളറാണ്, പക്ഷെ റെഡ് കളറാണ് കിട്ടിയത്. സ്റ്റിൽ കണ്ടില്ല, ഭയങ്കര കരച്ചിലാണ് ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്നത്. ഡ്രസ്സൊക്കെ ഇടിക്കാൻ പോകുമ്പോൾ തന്നെ അവൻ എണീച്ച് എൻ്റെ ഇങ്ങനെ ഒട്ടിയിരിക്കും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. It's gonna burst, go round and round, round and round, round and round, all through the town. The wheels of the bus go round and round, round and round, round and round. ഇത് വേദുവിൻ്റെ ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ. ഇത് കേട്ടാൽ അവനിങ്ങനെ സൈലൻ്റായിട്ട് അതിന് കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവന് കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവന് എപ്പോഴും ഈ പാട്ടാണ് പാടുന്നത്. അപ്പോൾ അവൻ സൈലൻ്റായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കും. ടി വിയിലെക്കാട്ടിലും കൂടുതൽ അവന് നമ്മളിങ്ങനെ പാട്ട് പാടുമ്പോഴാണ് അത് കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം. മുട്ടായിതാ പോക്കറ്റില്ല. ड्रिफ्ट मारेगा वो, ड्रिफ्ट मार रहा.
കപ്പ ബിരിയാണി, ചിക്കൻ ബിരിയാണി, തൈര്, ബീഫ്, മീന്, പപ്പടം. ഗൈസ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. അടിപൊളി ലഞ്ച്. ഇതെല്ലാം ഡിയോന്റെ അമ്മ ഉണ്ടാക്കിയതാണ്. അല്ല, ഡിയോൺ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത്. ഡിയോൺ കൊണ്ടുണ്ടാക്കി. അത് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഞാൻ ചുട്ടതാണ്. എടാ നീ വെക്കടോ. ഞാൻ വെക്കണോ? മീൻ എടുത്തോ? മീൻ എടുത്തു ഞാൻ. ചല്ലാസ് നീയാണ് വിളമ്പുന്ന ആള്. ചോർന്നോ? ചോറല്ല അത്. My God. പപ്പടം കൊടുത്തു. ഈ പപ്പടം ഈ വല്ല ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് യൂട്യൂബ് മേ Recommend അല്ലയോ? അച്ചാർ ഇതൊക്കെ കഴിപ്പിച്ചാലും കുഴപ്പമില്ല. കുറച്ച് മതി കേട്ടോ. 50 രൂപയുടെ ഇത് വേണം. ഞാൻ പാവം മതി മതി മതി. എടാ നീ തെറ്റിട്ടു. തെറ്റ് പോയി. അങ്ങനെ വേണോ? ഇവനാണ് ഇട്ടത്. ഇവൻ കുക്കിനെ കാണിക്കട്ടെ. കോക്കി അത്രല്ലോ തീർന്നോ? അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഒത്തിരി വിഭവങ്ങളുണ്ടായിരുന്നു. നമ്മൾ നല്ല ആസ്വദിച്ച് കഴിച്ച്. അപ്പം നമ്മുടെ ക്രിസ്മസ് നല്ല അടിപൊളിയായിട്ട് പോയി കേട്ടോ. ക്രിസ്മസ് ലഞ്ചൊക്കെ കഴിച്ച് നല്ല സൂപ്പറായിട്ടാണ് ക്രിസ്മസ് പോയത്. അപ്പം ഇന്നത്തേക്കിന് നമ്മുടെ വ്ളോഗ് കഴിയുവാണ്. നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.